നമസ്കാരം. എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ഒരു മഹാക്ഷേത്രത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് സഹായിക്കണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ്. കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അത് ചെങ്ങന്നൂരാണ് കേട്ടോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വരുന്നത്. നമ്മളുടെ യാത്ര ആരംഭിച്ചത് കൊല്ലത്തു നിന്നാണ്. ട്രെയിൻ നമ്പർ 663-16 കൊല്ലം കോട്ടയം മെമു ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഈ ഒരു മെമു ട്രെയിൻ എല്ലാ ദിവസവും നമ്മുടെ കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:40 ആരംഭിച്ച് കോട്ടയം വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരാൾക്ക് കൊല്ലത്തുനിന്ന് ചെങ്ങന്നൂർ വരെ മെമുവിന് ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 20 രൂപ മാത്രമാണ് കേട്ടോ. നമ്മുടെ യാത്ര ഒരു ഇടദിവസമാണ് കേട്ടോ, ഒരു ബുധനാഴ്ച. നമ്മളിതേ വൈകുന്നേരം 4:10 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ നമുക്ക് ഇവിടെ AC പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു മണിക്കൂറത്തേക്ക് 30 രൂപയാണ്. ഈ ഒരു സംവിധാനം ഉപയോഗപ്രദമാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ലേഡീസിനാണേലും ജെൻസിനാണേലും ഇതിനകത്ത് സെപ്പറേറ്റഡ് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് ക്ലോക്ക് റൂം. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുമെങ്കിലും അവിടെ ഒരു നമ്പർ കൊടുത്തേക്കുന്നത് കണ്ടാവും നിങ്ങൾ. ക്ലോക്ക് റൂമിൽ നമുക്ക് വിളിക്കാനായിട്ട് ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് ഈ AC പെയ്ഡ് വെയിറ്റിംഗ് ഹാളില്ലേ, അവിടെ ഇരിക്കുന്ന ആൾ തന്നെയാണ് ഈ ഒരു ക്ലോക്ക് റൂം നിങ്ങൾക്ക് തുറന്നു തരുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് ഫ്രഷപ്പ് ഒന്നും ആവുന്നില്ല. നമ്മൾ കൊല്ലത്ത് നിന്ന് യാത്ര ആരംഭിച്ചത് തന്നെ ഫ്രഷായി തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ പിന്നെ നേരെ ക്ലോക്ക് റൂമിൽ കൊണ്ട് നമ്മുടെ സാധനം വെച്ചിട്ട് പുറത്തോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാനായിട്ട് സാധിക്കും. റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ്. ഒരു ബസ്സൊക്കെ ഇറങ്ങി പോകുന്നത് നിങ്ങൾ കണ്ടോ. അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ബസ് ലഭിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ എളുപ്പത്തിൽ ട്രെയിൻ മാർഗമാണെങ്കിൽ പിന്നെ പറയണ്ട, വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി തിരിച്ച് ട്രെയിൻ മാർഗം തന്നെ സുഖമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തേണ്ട ഒരു മഹാപുണ്യ ക്ഷേത്രം തന്നെയാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. നമ്മൾ അങ്ങനെ അതേ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്നും ബസ് കയറിയിട്ടുണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് കേട്ടോ. നമ്മളൊരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ബസ് ഇറക്കിയത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടുന്ന് ഈ വഴി നടന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രമാണ്. ഒരു 50 മീറ്റർ തികച്ചുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് നടക്കാം. തിരിച്ചും നമുക്ക് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ബസ് കയറുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ബസ് കയറുമ്പോൾ നിങ്ങൾക്ക് അവർ എവിടെ കൊണ്ട് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം, ഈ ഒരു വീഡിയോ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ നടന്നെത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നടന്നെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വരുമ്പോഴത്തേക്കും ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരങ്ങളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്ന് വന്നത് നല്ലൊരു മഴ പെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ ഉണ്ട്. പിന്നെ ഇടദിവസം ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഒരു ബുധനാഴ്ചയാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് വന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടികളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് കറക്റ്റ് വ്യൂ കിട്ടുന്നത് നമുക്ക്. കണ്ടല്ലേ, ഭയങ്കര സമാധാനപരമായ ഒരു അന്തരീക്ഷം കേട്ടോ. അതോ ഇവിടെ ഒരു റോഡ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ശബരിമല സീസൺ സമയത്ത് വലിയ വണ്ടികളൊക്കെ ഈ റോഡ് വഴിയായിരിക്കും വരുന്നത്. നമ്മളിത് ഈ സ്കൂട്ടർ പോയ വഴിയാണ് നടന്നു വന്നത് കേട്ടോ. ബസ് നമ്മൾ അവിടെയാണ് കൊണ്ടിറക്കിയത്. വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ ദർശന സമയം കണ്ടോ. നട തുറക്കല് രാവിലെ 4:30 ഉച്ചയ്ക്ക് 12:30 അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് തുറന്ന് രാത്രി 8:30 ക്ഷേത്രം അടയ്ക്കുന്നതാണ്. അപ്പൊ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. പിന്നെ ഇവിടുത്തെ വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് പതുക്കെ വായിച്ചു നോക്കുക. പിന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ശബരിമല ഭക്തർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അറിയാലോ എല്ലാവർക്കും. പിന്നെ അവിടെ തന്നെ ഈ പെയ്ഡ് അല്ലാതെ, അതായത് പൈസയൊന്നും കൊടുക്കാതെ ഈ നല്ല വൃത്തിയായിട്ടുള്ള വെയിറ്റിംഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ കയ്യിലൊരു ടിക്കറ്റ് വേണം, ട്രെയിൻ ടിക്കറ്റ്, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളത് യാത്ര ചെയ്ത് വന്ന് ഇറങ്ങിയ ടിക്കറ്റ് ആയാലും മതി. പിന്നെ വള്ളസദ്യ, ആറന്മുള വള്ളസദ്യയൊക്കെ ഫേമസ് ആണ്. ആഗ്രഹ സാഫല്യത്തിനൊക്കെ പറ്റിയ വഴിപാടാണ് കേട്ടോ ഈ വള്ളസദ്യ കാര്യങ്ങൾ. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം. ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം
കേരളത്തിലെ ഏറ്റവും പഴക്കച്ചെന്ന ക്ഷേത്രങ്ങൾ കൂടിയാണ് കേട്ടോ ഇത്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യ നദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ ഒരു മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് കേട്ടോ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പിന്നെ തിരുവോണത്തോണിയും അഷ്ടമി രോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ്. അതുപോലെ ആറന്മുള കണ്ണാടിയും പ്രശസ്തമാണ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ചതുർബാഹു പ്രതിഷ്ഠയാണ് കേട്ടോ. സമാനമായ പ്രതിഷ്ഠ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലും കാണാനായി സാധിക്കുന്നതാണ്. ഇവിടെ വരുന്നവർക്ക് അത് മനസ്സിലാവും. ഇതേ കണ്ടില്ലേ, വളരെ ശാന്ത സൗമ്യമായ ഒരു അന്തരീക്ഷം. തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര ദർശനത്തിനായിട്ടുള്ള. തിരുവാറന്മുളയപ്പൻ എന്നും ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആറന്മുള ക്ഷേത്രം നിർമ്മിച്ചതും അർജുനൻ തന്നെയാണെന്ന് പറയപ്പെടുന്നു. യുദ്ധകളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കേട്ടോ ഐതിഹ്യം. വളരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ സാധിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. തീർച്ചയായും ഇതുവരെയും ദർശനം നടത്താൻ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരിക. വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരിക. ട്രെയിനിൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരിക കേട്ടോ, എളുപ്പത്തിൽ എത്തിച്ചേരാം. ഇനി ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക്, എനിക്ക് തോന്നുന്നു ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്കാണെന്ന് തോന്നുന്നു AC പെയ്ഡ് വെയിറ്റിംഗ് ഹാളൊക്കെ ചെങ്ങന്നൂര് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഇതായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. കൊല്ലം ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർക്കൊന്നും വലുതായിട്ടൊന്നും വരത്തില്ല. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ വന്ന് ക്ഷേത്രത്തിനകത്ത് കുളത്തിൻ്റെ അവിടെ വന്നിട്ട് കാലും മുന്നിയൊക്കെ ഒന്ന് കഴുകി നമുക്ക് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പ്രവേശിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ നമുക്ക് ഏറ്റവും ചിലവ് ചുരുക്കി വരാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ട്രെയിൻ മാർഗം വരുന്നത് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ എപ്പോഴും ബസ്സുകളും ലഭിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കും കേട്ടോ. തിരിച്ച് നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ പോകാനും ബസ്സുകൾ ലഭിക്കുന്നതാണ്. പിന്നെ ATM സംവിധാനം, കാര്യങ്ങൾ, അങ്ങനത്തുള്ള എല്ലാ സംഭവവും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശബരിമല ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞായിരുന്നു. ദർശനം കഴിഞ്ഞ് ഇനി പുറത്തിറങ്ങുമ്പോൾ ഇവിടെ അടുത്ത് മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ടൂറിസ്റ്റ് ബസ്സുകാരൊക്കെ വരുന്ന ഒരു റോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നു ക്ഷേത്രത്തിലേക്ക്. ആ ഒരു റോഡ് സൈഡിലാണ്, നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് അധിക നേരം തന്നെ ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് നല്ലതുപോലെ ദർശനമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ പോകുന്നത് കേട്ടോ. ഓം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ നമ്മളിതേ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നിലോട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു മഹാഗണപതി ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ അടുത്തായിട്ട് തന്നെയാണ്, നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ. നേരം നന്നായിട്ട് ഇരുട്ടി. ഇതാണ് ആ ഒരു ഗണപതി ക്ഷേത്രം. ഇവിടെ കയറി ഭഗവാന്റെ സന്നിധിയിലും കയറി ഒന്ന് ദർശനം നടത്തിയിട്ട് നമ്മൾ നേരെ ബസ് പിടിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് നമ്മൾ നടന്നു വന്ന വഴി അവിടെ നിന്നാണ്. അവിടെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കണ്ടില്ലേ ആ ഒരു ഗോപുരം? ക്ഷേത്രത്തിലെ ഇത്രയേ ഉള്ളൂ ദൂരം വരുന്നത്. നമ്മുടെ ഫോൺ പിന്നെ അങ്ങനെ സൂമൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കൂടുതൽ കാഴ്ചകളൊന്നും കാണാനായിട്ട് പറ്റാത്തത്. നല്ല മഴ പെയ്ത് തോന്നു നിൽക്കുകയാണ്. അടുത്ത പെരുമഴയ്ക്ക് മുമ്പ് നമുക്ക് പോകണം. ബസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമുക്ക് എപ്പോഴും ബസ് കിട്ടുമെന്ന്. അങ്ങനെ ബസ്സിൽ കയറി 20 രൂപ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാർജ് ആയത്. മൊത്തത്തിൽ ഒരു 60 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ മാത്രം, ട്രെയിൻ ടിക്കറ്റ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് ടിക്കറ്റ്. തിരിച്ച് നമ്മൾ വേനാട് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. നല്ല പെരുമഴ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചേച്ചി തട്ടുകട സെറ്റപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയാൻ വയ്യ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഞാനിവിടുന്ന് 2 ചൂട് ദോശയൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കുന്ന മഴയൊക്കെ ആസ്വദിച്ചൊരു കട്ടനും കുടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മഴ തോരുമ്പോൾ അങ്ങോട്ട് പോകണം. തിരിച്ച് നമുക്ക് വേനാട് എക്സ്പ്രസ്സിലാണ് യാത്ര. 7:10 ആയിട്ടുണ്ട് സമയം. 7:10 പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ വേനാട് എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 16301 വേനാട് എക്സ്പ്രസ്സിൽ, അതായത് ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വണ്ടിയാണ്. കോട്ടയം വഴി പോകുന്ന വണ്ടിയാണ്. നമ്മൾ വേനാട് എക്സ്പ്രസ്സിലാണ് യാത്ര. തിരിച്ച് വീട്ടിലേക്കുള്ള, കൊല്ലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. സീറ്റൊക്കെ കിട്ടും കേട്ടോ. കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉള്ള ട്രെയിനല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ സീറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്.
40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടുന്ന് ഇത് എക്സ്പ്രസ് ട്രെയിൻ അല്ലേ, ഇവിടുന്ന് നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് കൊല്ലം വരെ. അപ്പം നമ്മൾ ആദ്യം കൊല്ലത്ത് നിന്ന് മെമു കയറി ചെങ്ങന്നൂർ വന്നപ്പോൾ 20 രൂപയായിരുന്നു. പിന്നെ അവിടുന്ന് ബസ് പിടിച്ച് ക്ഷേത്രത്തിൽ പോയപ്പോൾ 20, 20 പ്ലസ് 40, പിന്നെ തിരിച്ച് 20 രൂപ, 60, ഇപ്പം അതേ ഈ ഒരു 40, 100 രൂപ. അങ്ങനെ മൊത്തത്തിൽ 100 രൂപയാണ് നമ്മുടെ ചെലവ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ട്രാൻസ്പോർട്ടേഷൻ മാത്രം, ട്രെയിനിലും ബസ്സിലും കൂടെ ക്ഷേത്രത്തിൽ പോയി വരാനായിട്ട് നമ്മുടെ ആകെ ചെലവ് വരുന്നത് 100 രൂപ. ഓക്കെ, അങ്ങനെ 9:05 ആയപ്പോൾ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 8:20 എത്തേണ്ട വണ്ടിയാണ്, ചെറുതായിട്ടൊന്ന് ലേറ്റായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ക്ഷേത്ര ദർശന വ്ളോഗുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ളോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.